കണ്ടീഷനാണ് വിശ്വാസം ഉണ്ടാകാൻ. ഒന്ന് വിശുദ്ധി, രണ്ട് ആശ്രയം. ഇതാണ് തമ്പുരാൻ നോക്കുന്നത്. ഇത് രണ്ടും ഉണ്ടോ ദൈവമക്കളെ, സംഗതി സൂപ്പറായിട്ട് നടക്കും. അത് രണ്ടും കൊണ്ട് പറയണം യഹോവ പ്രവർത്തിക്കും. ഒന്ന് ദൈവം കരുതും, അബ്രഹാം പറഞ്ഞതുപോലെ. രണ്ട് പറ, നിങ്ങൾ എന്നോട് ഉണ്ടോ, ദൈവം പ്രവർത്തിക്കും. മൂന്ന് അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവർ ചുരുക്കം. 2 രാജാക്കന്മാർ 6:16 വായിച്ച്. എന്നാൽ യഹോവയുടെ പെട്ടകം 2 രാജാക്കന്മാർ 6 ഭയപ്പെടാതെ അവരോടുകൂടെ ഇരിക്കവരെ പാർക്കിലും നമ്മോടിരിക്കവർ അധികം. ഉണ്ടോ? ഭയപ്പെടാതെ അവരോടുകൂടെ ഇരിക്കവരെക്കാൾ നമ്മോടുകൂടെ ഇരിക്കവർ അധികം. അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മളോട് കൂടെയുള്ളവർ അധികം. സംഭവം അറിയാമല്ലോ. സിറിയൻ രാജാവ് സ്പൈസിനെ അയച്ചു. അവൻ ചെയ്യുന്ന യുദ്ധം മുഴുവൻ പരാജയം. സിറിയൻ രാജാവ് എതിലേ ചെന്നാൽ യഹൂദന്മാരെ തടയിടുന്നു. ഏത് രഹസ്യ വഴി കൂടെ പോയാൽ യഹൂദന്മാർ പിടിക്കുന്നു. ഉടനെയാണ് രാജാവ് ചോദിച്ചത്, നമ്മുടെ കൂടെ ആരാ? ചാരന്മാര്. എടാ, എത്ര രഹസ്യമായിട്ട് പോയാലും ഇവന്മാര് പട്ടാളക്കാർ മുമ്പിൽ നിന്ന് പിടിക്കുന്നു. ഉടനെ തിരുമേനി, ചാരന്മാരെന്നല്ല, അവിടെ ഒരു ഉപദേശിയിരിപ്പുണ്ട്, തലയെ നിറച്ചൊരു പുള്ളി അല്ലേ. സകല രഹസ്യങ്ങളും പുള്ളിക്ക് കിട്ടുന്നുണ്ട്. പേരെന്നാ? എലീശ എന്ന തട്ടിയേക്കാൻ പറഞ്ഞു. ശക്തിയുള്ള രഥങ്ങളെ കൊണ്ട് അയച്ചു പട്ടാളം. ഈ പുള്ളി ഒരു മലയാളം കളിപ്പ ഒറ്റയ്ക്ക് ഇരിക്കുക. ഒരു അസിസ്റ്റന്റ് കൊച്ചി ഉദ്ദേശി. പുള്ളി രാത്രി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നേരം വെള്ളത്ത് കൊച്ചി അസിസ്റ്റന്റ് ഉണ്ട്. പുള്ളി മോൻ കഴുകാൻ വെളിയിലുണ്ടാക്കി നോക്കിയപ്പോ പട്ടാളം. എന്റെ പൊന്നെ, അവന്റെ അടിവേർ കത്തിപ്പോയി. അറിയാമോ ആ വ്യത്യാസം? നോക്കിക്കേ, ഉപദേശിയോട് ഒരാൾ, മറ്റിടത്തെ പട്ടാളം. ഇത് തന്നെ ദാവീദിന് സംഭവിച്ചത്. ശൗല് ദാവീദിനെ പിടിക്കാൻ എത്ര പേരെ കൊണ്ടാവുമെന്ന് അറിയാമോ? ഇല്ല. ഒന്ന് വായിച്ച്, 1 സമൂവേൽ ഒക്കെ അറിഞ്ഞിരിക്കണം. നമ്മള് 24-ാം അധ്യായം ഒന്ന് വായിച്ച്, അല്ലെ 26-ാം അധ്യായം ഒന്ന് വായിച്ച്. എടുത്തോരാദ്യം വായിച്ച്, ഞാൻ തമിഴിൽ നിന്ന് വായിച്ച്. സിസ്റ്റർ, എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാവും. അഴകാ നീங்க വായിച്ചിട്ടിരിക്കാரு, ரொம்ப அழகா வாசிச்சிருக்காரு. நீங்க படிங்க. കുറച്ച് കുട്ടത്തമിഴൊക്കെ എനിക്ക് അറിയാം. 24:1. சவுல் பெலிஸ்தரை பின்தொடர்ந்து திரும்பி வந்தபோது, இதோ தாவீது என் தேவி வனாந்தரத்தில் இருக்கிறான் என்று அவனுக்கு அறிவிக்கப்பட்டது. ഇൻഫർമേഷൻ കിട്ടിയെന്ന് അവനോട് വിളിച്ചിരിപ്പുണ്ട് ദാവീദ്. കേട്ടോണം. அப்பொழுது சவுல் இஸ்ரவேல் அனைத்திலும் தெரிந்து கொள்ளப்பட்ட 3000 പേരെ ശ്രദ്ധിച്ചോ? മലയാളത്തിൽ ഒന്ന് വായിച്ചേ. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും 12 ഗോത്രത്തെ വിളിച്ചിട്ട് തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ തിരഞ്ഞെടുത്തത്. നല്ല ആരോഗ്യമുള്ളവർ. അറിയാമോ? തിരഞ്ഞെടുത്തത് 40 ഇഞ്ച് നെഞ്ചുള്ളവർ, 43 ഇഞ്ച് വയറ്, 45 കൂടെ വയറ്, 43, 40 ഇഞ്ച് നെഞ്ചുള്ളവർ, 43 വയറ്, 6 അടി പൊക്കം, 80 കിലോ തൂക്കം ഉള്ള 3000 എണ്ണം പിടിക്കാൻ ശൗലിനോട് ദാവീദിനോട് തരാൻ അറിയാവോ? ആർക്കും അറിയാമല്ലേ? 400 പേര്. അതാരൊക്കെയാണ്? നല്ല രസമാ കേൾക്കാൻ. ദാവീദിന്റെ കൂടെ കൂടിയത് കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, വീസ തീർന്നവർ, CC വണ്ടിയുടെ CC അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ, ചിട്ടിക്ക് കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ. നോക്കിക്കേ, കേട്ടോണോ? വീട് പണിതിട്ട് പകർത്തിട്ടില്ല, അതിന് കാശില്ലാതിരിക്കുന്നവർ. നോക്കിക്കോ, നിങ്ങൾ നോക്കി. നമ്മുടെ ഭാഷ ഞാൻ പറയുക. ദാവീദിനോട് കുടിക്കുന്ന പാർട്ടികളിൽ നോക്കിയ പലിശക്കട കൊടുത്ത് മുടിഞ്ഞവൻ, കൊടുത്ത് കിട്ടിയത് മുഴുവൻ പലിശക്കാരന് കൊടുത്ത് തീർത്തവൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവന് കടം പിടിച്ചവനാ. ഇവിടെ വന്ന് ഈസായം തീർന്ന് ഒളിച്ചു നടക്കുന്നവൻ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ നടക്കുന്നവൻ, എല്ലാം ആ തരത്ത. ദാവീദ് നേരെ വിളിക്കുമ്പോ കാണുന്ന 400 എണ്ണം. ഒരുത്തൻ ഇങ്ങോട്ട് നോക്കി, ഒരുത്തൻ താഴോട്ട് നോക്കി, ഒരുത്തൻ താടിക്ക് കൈ കൊടുത്ത്, ഒരുത്തൻ കണ്ണീരൊക്കെ
അനുസരിച്ചില്ല. ഞാൻ നമ്മുടെ നാടൻ ഭാഷ പറയുക, നിങ്ങളത് മനസ്സിലാക്കുക. വേറൊന്നും കാര്യം, വണ്ടി കൊണ്ട് സിസിക്കാരൻ പോയി. വേറൊന്നും പറയുക, കടം ബാങ്കിൽ അടച്ചിട്ടില്ല, ജപ്തി നോട്ടീസ് വന്നിരിക്കുക, അവൻ അങ്ങനെ ഇരിക്കുന്നു. ഇത്ര നാളെ പറയണം ആളുടെ മറ്റവനോട് അടിപൊളി. പക്ഷെ നേട്ടവാക്കാം ദാവീദിന്. കാരണം ഇതിന്റെ നടുവിൽ കർത്താവ്. മനസ്സിലാക്കണം. ഇവൻ നോക്കിയപ്പം ഈ പട്ടാളം എല്ലാം കൂടെ കണ്ടപ്പം വിരട്ടു പോയി. അവൻ ചെന്നകത്ത് കയറി പറഞ്ഞു, എന്റെ യജമാനെ തീർന്ന സംഗതി ഈ പട്ടാളം. അന്നേരം ഇദ്ദേഹം കോട് ഉദ്ദേശിക്കും, മിണ്ടാതിരിയടാ, നമ്മളോട് കൂടെയുള്ള വാങ്ങും പറഞ്ഞ് എനിക്ക് 2 ദിവസം അവധി തരാമോ, ഞാൻ ഒന്ന് പോയച്ചു വരാം. വീട്ടിൽ സുഖമില്ല, അന്നേരം എഴുത്തു വന്ന് ഭാര്യയ്ക്ക് നടുവേദനയാന്ന്, കുഞ്ഞിനാണ് കരപ്പന, ഒന്ന് പോയി. എന്താ ഇവൻ രക്ഷപ്പെടണം, കുഞ്ഞിന് കരപ്പന, ഭാര്യയ്ക്ക് സുഖമില്ല, ഞാൻ ഒന്ന് പൊക്കോട്ടെ അച്ചായ. നമുക്ക് പോണമല്ലേ, പൊക്കോ, നീ വെളിയിലൂടെ കണ്ണും തുറക്കണ. ഇവൻ കണ്ണു തുറന്നപ്പോ അഗ്നിമയ രഥങ്ങളും കുതിരകളുമായിട്ട് നിൽക്കുന്നു. ഉടനെ ഇവന് ഭാര്യയുടെ അസുഖം പോയി, കുഞ്ഞിന്റെ കരപ്പിൽ പോയി, എല്ലാം പോയി. ആരുണ്ടടാ, ഞങ്ങളുടെ ചൈന പിടിക്കാൻ ആരുണ്ടടാ? Praise God. 3 ചരട് യഹോവ കരുതും, യഹോവ പ്രവർത്തിക്കും, യഹോവ കൂടെയുണ്ട്. ഈ 3 ചരട് കൊണ്ട് പിന്നുന്നതിന്റെ പേരാ ജീവനുള്ള പ്രത്യാശ. ക്രിസ്തുവിനെ നേടാൻ 1, അകത്തന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതി. 2, ജീവനുള്ള പ്രത്യാശ. 3, ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. 3. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവൻ രക്ഷിപ്പാൻ ഒരുത്തൻ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ വാക്യന്റെ അർത്ഥം സാധാരണ ആരും നമ്മൾ പൊരുളി ചിന്തിക്കുന്നില്ല. ആരും കർത്താവിന്റെ ക്രൂശ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. പലരും കർത്താവിന്റെ ക്രൂശാണ് എടുക്കുന്നത്. ക്രൂശ് എന്ന് പറയുമ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിലൊരു ചിന്ത വരും, അല്ലേ, എനിക്ക് ഈ കുരിശായി. ഒരിക്കലൊരു ബൈബിൾ കൺവെൻഷന്റെ വാർത്ത ഞാൻ കേട്ടു. ഒരാഴ്ചത്തെ കൺവെൻഷൻ, ഇവിടെ 5 ദിവസത്തെ ക്ലാസ്, അവിടെ 7 ദിവസം ഫുള്ളാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ആദ്യത്തെ ദിവസം ജനങ്ങളെ പാപങ്ങളുടെ പരിഹാരത്തിനുള്ള പ്രാർത്ഥനയും ധ്യാനവും ഏറ്റുപറച്ചിലും. 2ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനുള്ള പ്രാർത്ഥനയും പാട്ടും കാത്തിരിപ്പും. 3ാമത്തെ ദിവസം കർത്താവ് തൂങ്ങിയ മരിച്ച ക്രൂശിന്റെ ധ്യാനം. ക്രൂശിന്റെ ദിവസം തലേ ദിവസം പറഞ്ഞ നാളെ ക്രൂശിന്റെ ദിവസമാണ്. എല്ലാവരും ചെറിയ തടിക്കുരിശും കൊണ്ടുവരണം. എല്ലാവരും ഒരു തടിക്കുരിശും കൊണ്ടുവരണം. ക്രൂശിൽ വീട്ടിലില്ലാത്തവര് കൗണ്ടറിൽ പൈസ കൊടുത്താൽ ചെറിയ തടിക്കുരിശ് കിട്ടും. ഇതും കൊണ്ട് അടുത്ത് വരണം അനുഗ്രഹം കിട്ടാൻ. അപ്പൊ ടെക്നാൽ ക്രൂശിനെ ധ്യാനിച്ച് ക്രൂശിനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ശുശ്രൂഷകൻ തന്റെ വലിയൊരു ക്രൂശ് ഉയർത്തുമ്പോൾ ഈ വിശ്വാസികളെല്ലാം തങ്ങളുടെ ക്രൂശ് ഉയർത്തിപ്പിടിക്കണം. ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു അനുഗ്രഹം കിട്ടും. ആ ക്രൂശ് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, ഒരു ബാധയും പിന്നെ കയറത്തില്ല. എല്ലാവരും ക്രൂശുമായിട്ട് വന്നു. എല്ലാവരും കയറ്റി വിടുക. വോളണ്ടിയേഴ്സ് കൊണ്ട് ചെക്ക് ചെയ്യാൻ. ക്രൂശില്ലാത്തവർക്ക് കൗണ്ടറിൽ കാശ് കൊടുത്താൽ ക്രൂശ് കിട്ടും. ഇങ്ങനെ കയറ്റി വിട്ടു. കുടിയെന്തോ അവന്റെ കുരിശില്ല. കൗണ്ടറിൽ ചെന്ന് മേടിക്കാം. ഇല്ല, അവൻ പറഞ്ഞ എന്റെ കയ്യിലോട്ട് മടിയിലുണ്ടോ കയറ്റി വിട്ടു. എല്ലാവരും പ്രാർത്ഥന നിരതരായിട്ട് നിൽക്കുകയാണ്. ഉടനെ സംഘാടകൻ പറഞ്ഞു, വലങ്കരങ്ങളിൽ ക്രൂശ് കുടിയെന്തോ ഓടിച്ചത് മനഃപൂർവ്വം ചെയ്ത് ആ ഭാര്യയെ പിടിച്ചു നോക്കി. അങ്ങനെ അവൻ കുരിശില്ല ചെന്നത്. ഇതാണ് എന്റെ കുരിശ്. ദൈവമക്കളെ, നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടും. ക്രൂശ് എന്താണ്? നമുക്കൊരു കുരിശുണ്ട്, നമുക്കൊരു കുരിശ് വേണം. അത് കർത്താവ് പറഞ്ഞല്ലോ, ഒരുവൻ എന്നെ പിൻപറ്റാൻ തിരിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ്. എന്താണ് ഈ ക്രൂശ്? അപ്പോൾ അതിന്റെ അർത്ഥം എന്നെ പിൻപറ്റുന്നവന് കുരിശുണ്ട്. എന്നതിന്റെ അർത്ഥം എന്താണ് ഈ കുരിശ്? നമ്മുടെ കുടുംബ ജീവിതത്തിൽ
തലത്തിലോ ഔദ്യോഗിക തലത്തിലോ ഒക്കെ ഒരു കുരിശിക. അടുത്ത യോഗ്യമൊന്നുമല്ല, മേലധികാരിയല്ല. ഭാര്യയ്ക്ക് സുഖമില്ല, ശ്രദ്ധിച്ചോണം.